മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ പിണറായി വിജയൻ അടക്കമുള്ള ആളുകളുടെ ഒപ്പം വേദി പങ്കിടുന്നു. ഏറ്റവും ഉന്നതമായ രീതിയിൽ അദ്ദേഹം നിലനിൽക്കുന്നു. സിനിമാ താരം എന്നതിൽ വലിയ പ്രിവിലേജിൽ മുന്നോട്ട് പോകുന്നു. അപ്പോൾ അദ്ദേഹത്തിനെതിരെ ആരെങ്കിലും പരാതി പറയാൻ വേണ്ടി ധൈര്യപ്പെടും. അദ്ദേഹത്തെ വേദിയിലിരുത്തി പരിപാടി നടത്തിയിട്ടാണ് ഇപ്പുറത്ത് കോൺഗ്രസിന് ധാർമ്മികതയുടെ ക്ലാസ് എടുക്കുന്നത്. ആ ക്ലാസ് തൽക്കാലം കേൾക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നില്ല. ഇവിടെ എടുക്കേണ്ട. എന്നാൽ ഈ ചോദ്യം ഉയർന്നു വരുന്ന ഘട്ടത്തിൽ തന്നെ ഇപ്പം ഇന്നലെ ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധം കണ്ടു, ബിജെപിയുടെ പ്രതിഷേധം കണ്ടു, പിന്നെ നേതാക്കന്മാരുടെ പ്രതികരണങ്ങൾ കണ്ടു. ഈ പ്രതികരണങ്ങളൊക്കെ നടത്തുന്ന ഘട്ടത്തിലൊക്കെ തന്നെയാണല്ലോ ഇതേപോലെ തന്നെ മറ്റൊരു ആരോപണം ഉന്നയിച്ച ഒരു MLA, ഉന്നയിക്കപ്പെട്ട MLA, ഭരണപക്ഷത്തുള്ള MLA, അദ്ദേഹത്തോടൊപ്പം എത്ര തവണ മുഖ്യമന്ത്രി വേദി പങ്കിട്ടു. അപ്പോൾ അദ്ദേഹത്തിനെതിരെ വേറൊരാൾക്ക് ആരോപണം ഉന്നയിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത്തരത്തിലൊരു പരാതി ഉണ്ടെങ്കിൽ പോലും ഒരാൾക്ക് സാധിക്കൂ, ധൈര്യം വരൂ. കാരണം ഭരണപക്ഷത്തെ MLA ആണ്. മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ പിണറായി വിജയൻ അടക്കമുള്ള ആളുകളുടെ ഒപ്പം വേദി പങ്കിടുന്നു. ഏറ്റവും ഉന്നതമായ രീതിയിൽ അദ്ദേഹം നിലനിൽക്കുന്നു. സിനിമാ താരം എന്നതിൽ വലിയ പ്രിവിലേജിൽ മുന്നോട്ട് പോകുന്നു. അപ്പോൾ അദ്ദേഹത്തിനെതിരെ ആരെങ്കിലും പരാതി പറയാൻ വേണ്ടി ധൈര്യപ്പെടും. അദ്ദേഹത്തെ വേദിയിലിരുത്തി പരിപാടി നടത്തിയിട്ടാണ് ഇപ്പുറത്ത് കോൺഗ്രസിന് ധാർമ്മികതയുടെ ക്ലാസ് എടുക്കുന്നത്. ആ ക്ലാസ് തൽക്കാലം കേൾക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നില്ല. ഇവിടെ എടുക്കേണ്ട പണി ഇവിടെ എടുത്തിട്ടുണ്ട്. BJP സമരം നടത്തുക, യുവമോർച്ചയുടെ സമരം നടത്തുക. നമ്മളെല്ലാവരും മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തതും രാജ്യത്തിനകത്തൊക്കെ ഒട്ടേറെ സമരങ്ങൾ നടന്നതാണല്ലോ. ഗുസ്തി താരങ്ങളുടെ സമരം. ആ ഗുസ്തി താരങ്ങൾക്കെതിരെ മോശകരമായ രീതിയിൽ പെരുമാറിയ ബ്രിജ്ഭൂഷൺ യാദവ്, അദ്ദേഹം ആ സ്പോർട്സ് കൗൺസിലിലെ ഏറ്റവും ഉന്നതനായ സ്ഥാനത്തിരുന്ന ഒരാളാണ്. ആരെ സംരക്ഷിച്ചത്? കേന്ദ്ര ഗവൺമെന്റിന്റെ ഏറ്റവും ഉന്നതനായ നേതാവ് നിലയ്ക്ക് അദ്ദേഹത്തെ എത്രത്തോളം സംരക്ഷിച്ച് നിർത്തുന്ന കാഴ്ച നമ്മൾ കണ്ടു. അപ്പൊ അന്ന് യുവമോർച്ചയ്ക്ക് വല്ല അഭിപ്രായം ഉണ്ടായിരുന്നു, BJPക്ക് വല്ല അഭിപ്രായം ഉണ്ടായിരുന്നു? സംരക്ഷിക്കുക എന്നുള്ളതാണല്ലോ അവരെല്ലാം തന്നെ ഏറ്റവും പ്രധാനമായിട്ട് കാഴ്ചവെച്ച കാര്യങ്ങൾ, അല്ലെങ്കിൽ പ്രകടമായി നമ്മുടെ മുമ്പിൽ കാണിച്ചു വെച്ച ഒരു കാര്യമെന്ന് പറയും. ഇവിടത്തെ സംബന്ധിച്ച്, കോൺഗ്രസിനെ സംബന്ധിച്ച് അങ്ങനെ ഒരു സമീപനം എടുത്തിട്ടില്ല. അതിനാണ് വളരെ കൃത്യമായി വളരെ വ്യക്തമായി തന്നെ പറയുന്നത്. ഇപ്പോൾ അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രതിഷേധ സമരങ്ങൾ, പിന്നെ BJPയുടെ സമരം ബ്രിജ്ഭൂഷൺ യാദവും, DYFIയുടെ സമരം, പിന്നെ മുകേഷ് MLA ഉദ്ഘാടനം ചെയ്യട്ടെ. എത്ര ഉദാഹരണങ്ങളുണ്ട്. PT കുഞ്ഞുമുഹമ്മദിന്റെ എതിരായ പരാതി തിരുവനന്തപുരത്ത് ആ ഫെസ്റ്റിവൽ നടക്കുന്ന സമയത്ത് എത്ര ദിവസമാണ് മുഖ്യമന്ത്രിയുടെ കയ്യിലിരുന്നത്? 13 ദിവസം. എന്തിനാണ് 13 ദിവസം കാത്തത്? ഞങ്ങൾ പറയുന്നത് അത് വൈകിയില്ല, ഇത് വൈകണമെന്നല്ല, ഇതുപോലെ തന്നെ വേഗത അവിടെ ഉണ്ടാവണ്ടേ? എന്തില്ലാതെ ഇത് PT കുഞ്ഞുമുഹമ്മദിനെതിരെ എത്ര ദിവസം സാവകാശം കൊടുത്തു? എന്താണ് ആ കേസിൽ പരാതി എടുക്കാനായിട്ട്? അതിന്റെ എക്സ്റ്റന്റ് പരിശോധിക്കേണ്ട കാര്യം തിരിക്കുന്നു. മുഖ്യമന്ത്രി അല്ലല്ലോ അതിന്റെ ഗ്രാവിറ്റി പരിശോധിക്കേണ്ട, മുഖ്യമന്ത്രി അല്ലല്ലോ. അതിന് അന്വേഷണ സംവിധാനങ്ങളും കോടതിയല്ലേ ഗ്രാവിറ്റി പരിശോധിക്കും. ഒരു പരാതി ഉയർന്നു വന്നാൽ ഒരു വനിതയ്ക്ക്, ഒരു സ്ത്രീക്ക് അവരുടെ മുറയിലായി അവരെ ബാധിച്ച ഒരു വിഷയത്തെ സംബന്ധിച്ച് അത് ഏത് എക്സ്റ്റന്റിലായിക്കോട്ടെ, അത് വാക്കുകൊണ്ടോ നോട്ടം കൊണ്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലായിക്കൊള്ളട്ടെ, അങ്ങനെ ഒരു പരാതി ഉയർന്നു വന്നാൽ ഒരു സർക്കാർ സംവിധാനത്തിൽ എടുക്കേണ്ടതായ നടപടി ആ ഘട്ടത്തിലുണ്ടായോ? PT കുഞ്ഞുമുഹമ്മദിനെതിരെയുള്ള പരാതി 13 ദിവസം കയ്യിൽ വെച്ച് വിവാദമായപ്പോഴല്ലേ പോലീസിലേക്ക് കൈമാറിയത്? അപ്പോൾ ഇതൊക്കെ ചെയ്ത ആളുകളല്ലേ പിന്നെ അപ്പുറത്തിരിക്കുന്നത്. അപ്പോൾ അവരാണ് എന്നിട്ട് കേരളത്തിനകത്ത് ഈ വിഷയത്തിൽ കോൺഗ്രസിന് ധാർമ്മികത പഠിപ്പിക്കുന്നത്. ഈ കാര്യത്തെ സംബന്ധിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെയോ യൂത്ത് കോൺഗ്രസിനെയോ അപമാനിക്കാനോ അവഹേളിക്കാനോ ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് ആര് തന്നെ ശ്രമിച്ചാലും ഒരു തരി പോലും അതിന് നിന്നു കൊടുക്കാൻ സാധിക്കില്ല. ക്രിസ്റ്റൽ ക്ലിയറായി പാർട്ടി ഈ വിഷയത്തിൽ നടപടിയെടുത്തിട്ടുണ്ട്. വ്യക്തിപരമായ ബന്ധങ്ങളോ വ്യക്തിപരമായ സൗഹൃദങ്ങളോ അല്ല, രാഷ്ട്രീയത്തിൽ നിലപാടാണ് പ്രധാനം എന്ന രീതിയിൽ തന്നെ ആ നിലപാട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രചരണങ്ങൾ വെറും തെറ്റായ പ്രചരണമാണ്. CPM പറയുന്നത് കോൺഗ്രസ് ആണ് സംരക്ഷിച്ചത് എന്നുള്ള പ്രചരണം നടത്തി. അങ്ങനെ CPM സംരക്ഷിച്ച ആളുകളെ ലിസ്റ്റ് എടുത്ത് നോക്കിയാലോ എത്ര ആളുകളെ കാണും? ഇപ്പൊ ഈ ഓർഡർ ഇടാൻ, അറസ്റ്റ് ചെയ്യാൻ വേണ്ടി നിർദ്ദേശം കൊടുത്ത P ശശിയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി എന്തിനാ? ഏത് അന്വേഷണ ഏജൻസി അന്വേഷിച്ചിട്ടാണ് അദ്ദേഹം കുറ്റക്കാരനെല്ലാം തിരിച്ചറിഞ്ഞത്? പോലീസിലേക്ക് വല്ല പരാതിയും കൈമാറിയോ? മുഖ്യമന്ത്രി പിണറായി വിജയന് പാർട്ടി സെക്രട്ടറി എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന്റെ കയ്യിലേക്ക് കിട്ടിയിരുന്ന ഏതെങ്കിലും പരാതി പോലീസിലേക്ക് അദ്ദേഹം കൈമാറിയിട്ടുണ്ടോ? എത്ര പരാതി അവിടെ അട്ടത്തിരിക്കുന്നുണ്ടാവും? ആർക്കും കൊടുക്കാതെ അല്ലെങ്കിൽ ആരും കാണാതിരിക്കുന്നുണ്ടാവും? കൈമാറേണ്ടതല്ലേ? ഇപ്പൊ പാർട്ടിയെ സംബന്ധിച്ച്, CPMനെ സംബന്ധിച്ച് അവർ ഷൊർണൂർ MLA ആയിരുന്ന ശശിക്കെതിരെ വന്ന പരാതി ഏത് അന്വേഷണ ഏജൻസി അന്വേഷിച്ചത്? ഇന്നലെ കഴിഞ്ഞ ദിവസം കൂടെ മാറാട് കലാപൊക്കെ ഓർമ്മപ്പെടുത്തി സംസാരിച്ച AK ബാലനും ശ്രീമതി ടീച്ചറാണല്ലോ തീവ്രത അളന്ന് അതിന്റെ എങ്ങനെയാണെന്ന് ഒരു പെൺകുട്ടിക്ക് നേരെ ഉണ്ടായ കടന്നുകയറ്റത്തിന്റെ തീവ്രത ഇവരെങ്ങനെ അന്വേഷണം നടത്തി തീരുമാനിച്ചത്? എന്ത് ധാർമ്മികതയുടെ അടിസ്ഥാനത്തിലാണ് ഇവർ ആ പ്രസ്താവന നടത്തിയത്? അത് തീവ്രത കുറഞ്ഞ പീഡനമാണ് എന്ന് എന്ത് അടിസ്ഥാനത്തിലാണ് അവർ പറഞ്ഞത്? അപ്പൊ ഇതൊക്കെ ചെയ്ത ആളുകളാണ് അപ്പുറത്തിരിക്കുന്നത്. ഞങ്ങൾ അങ്ങനെയല്ല ചെയ്തെന്നാണ് പറഞ്ഞത്. ഞങ്ങൾ കമ്മീഷൻ വെച്ചില്ല. വേണമെങ്കിൽ പാർട്ടിക്ക് ഒരു കമ്മീഷൻ വെച്ച് അന്വേഷണം നടത്തിയിട്ട് ബോധ്യപ്പെട്ടിട്ട് പുറത്താക്കിയാൽ മതി എന്നുള്ള ഡിഫൻഡ് എടുക്കാലോ. എടുത്തില്ലല്ലോ. പാർട്ടി ഒരു കമ്മീഷൻ വെച്ചില്ല. അതൊരു പ്രസിഡന്റ് ആയിട്ട് അവിടെ വന്നിരിക്കുകയാണ്. ഇത്തരത്തിൽ ആരോപണങ്ങൾ ഉയർന്നു വന്നാൽ പാർട്ടി നടപടിയെടുക്കേണ്ട ഒരു പ്രസിഡന്റ് ആയിട്ട് മാറി എന്നതടക്കമുള്ള പല ആക്ഷേപങ്ങളും പാർട്ടിയോട് പല ആളുകളും പങ്കുവെക്കുന്നുണ്ട്. നിങ്ങൾ ശരിയും തെറ്റും പരിശോധിച്ചിട്ടാണോ ചെയ്തത് നടക്കമുള്ള ആരോപണങ്ങൾക്ക്? അങ്ങനെയല്ല. ഒരു ആരോപണം ഇത്തരത്തിൽ ഉയർന്നു വന്നു, മാധ്യമങ്ങളാണ് വന്നത്. നിങ്ങൾ മാധ്യമങ്ങളിൽ വന്ന വാർത്ത ഉൾപ്പെടെ ആധികാരികമായി എടുത്തിട്ടാണ് നടപടിയെടുത്തത്. അതിന് കോൺഗ്രസ് പാർട്ടിയെ അഭിനന്ദിക്കുകയാണ് സത്യത്തിൽ നിങ്ങൾ ചെയ്യേണ്ടത്.